സമസ്തകളുടെ ജമീയത്തുൽ ഉലമക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നല്ല, ആർക്കും സാധിക്കില്ല. ഖിയാമത്ത് വരെ സാധിക്കില്ല. അതാണ് അത് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാവണം, മഹാന്മാരോടുള്ള സമ്മതമാണ്. എന്നതുപോലെ തന്നെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ആ സംഘടന നമ്മൾ ദീനിയായ സംഘടനയാവുമ്പോൾ അത് നമ്മൾക്ക് മുൻഗാമികളാവുന്ന ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പം നമ്മളതിൽ ഇസ്തിഖാറത്ത് ചെയ്യണം, മഹാന്മാരോട് ചോദിക്കണം. എന്നിട്ടൊക്കെ അത് അങ്ങനെ സംഘടന സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള ജമീയത്ത്. അതുകൊണ്ടാണ് ഈ സംഘടനയെ അത് ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടിട്ട് എത്രമാത്രം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചു കൊണ്ടിട്ട് ഇതിനിക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ആരൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിലും മഹാന്മാരുടെ നേരിലാണിതെന്ന് പറയുമ്പോൾ ഇതിനെ നേരിൽ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ചിലർ. അത് മഹാന്മാരുടെ ആ നിഴലിൻ്റെ പവർ അറിയാത്തത് കൊണ്ടിട്ടാണ്, മഹാന്മാരുടെ മദത് കൊണ്ടിട്ടാണ് ഈ സംഘടന പോകുന്നത്. മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംഘടന പോകുന്നത്. അപ്പം ഇതിൻ്റെ തലപ്പത്ത് ആരിതിനെ നയിച്ചാലും ഇതിന് പ്രത്യേകമാവുന്നതായവർ കഴിഞ്ഞാൽ മഹാന്മാരാവുന്ന ഇതിനെ സ്ഥാപിച്ചതായ മഹത്തുക്കളാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും മഹാനാവുന്നതായ പാങ്ങൽ അഹമ്മദ് കുട്ടി ബസ്രിയാർ അടക്കമുള്ള സമസ്ത കേരള ജമീയത്തിന് നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരുടെ അവരുടെ കയ്യിലാണ് ഇതിൻ്റെ യഥാർത്ഥ കടിഞ്ഞാറുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിനെ ആര് തന്നെ പലരും ഇതിനെ പല നിലക്കും കുത്താൻ ഇതിൽ നിന്ന് പിറന്നു പോയ പല സംഘടനകളുണ്ട്, മറ്റു പല വിദഈ സംഘടനകളുണ്ട്. ഇവരൊക്കെതിരെ അടിച്ചമർത്താൻ പലരും ശ്രമിച്ചു. എന്നിട്ടൊന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നല്ല, ആർക്കും സാധിക്കില്ല. ഖിയാമത്ത് വരെ സാധിക്കില്ല. ആ നിലക്കാണ് ഈ സംഘടന ഞാൻ പറഞ്ഞല്ലോ, ഇത് മഹാന്മാരുടെ കയ്യിലാണ് ഇതിൻ്റെ കടിഞ്ഞാനുള്ളത്. ആ കടിഞ്ഞാണത്തനുസരിച്ച് മാത്രമേ ഇതിൽ നിന്ന് ചലിപ്പിക്കുന്നവർ അവർ ചലിക്കുള്ളൂ. അതല്ലാത്ത റൂട്ടിൽ കൂടി അവർ ചലിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് ഈ സംഘടനയെ ഒരു താറാറും പറ്റില്ല എന്നാൽ അവർക്ക് താറാറ് പറ്റുക എന്നല്ല ഈ ചലിക്കണവർ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു അടിസ്ഥാനമുണ്ട്, അതിൽ സുന്നത്തി